നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. നരേന്ദ്രമോദി സർക്കാരിന്റെ കന്നി ബജറ്റിൽ ഇടുക്കിയിലെ സഭാ നേതൃത്വവും MP-യും രണ്ട് തട്ടിൽ. ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശ പരിപാടിയുടെ ഭാഗമായി ഇടുക്കി പ്രസ് ക്ലബ്ബും എക്സൈസ് ടീമും തമ്മിൽ മത്സരം നടന്നു. മത്സരത്തിൽ പ്രസ് ക്ലബ് ടീം വിജയിച്ചു. അമർ ജവാൻ സന്തോഷ് കുമാർ സ്മാരക ട്രസ്റ്റിന്റെയും സേവാഭാരതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ദേശഭക്തിഗാന മത്സരവും അനുസ്മരണ സമ്മേളനവും നടന്നു. ഗുരുധർമ്മ പ്രചരണ സഭ തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ശ്രീനാരായണ ധർമ്മമീമാംസാ പരിഷത്ത് സംഘടിപ്പിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് നേതൃത്വത്തിൽ ജൂലൈ 15-ന് കളക്ടറേറ്റ് ധർണ സംഘടിപ്പിക്കും. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. നരേന്ദ്രമോദി സർക്കാരിന്റെ കന്നി ബജറ്റിൽ ഇടുക്കിയിലെ സഭാ നേതൃത്വവും MP-യും രണ്ട് തട്ടിൽ. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയുള്ള ജനപ്രതിനിധിയായ ജോയ്സ് ജോർജ് ബജറ്റിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. തീർത്തും നിരാശാജനകമായ ബജറ്റാണെന്ന് ജോയ്സ് ജോർജ് MP പ്രതികരിച്ചു. ടൂറിസം മേഖലകളിൽ ബജറ്റ് തീർത്തും അവഗണിച്ചതായി ജോയ്സ് പറഞ്ഞു. എന്നാൽ ബഡ്ജറ്റ് കാർഷിക മേഖലയ്ക്കും യുവജനങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നതാണെന്നും വികസനത്തിനും സ്ത്രീ സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്നതാണെന്നും KCYM ഇടുക്കി രൂപത ഡയറക്ടർ ജോസഫ് പൗവത്തിൽ പ്രതികരിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് കാർഷിക മേഖലയ്ക്കും അതുപോലെ യുവജനങ്ങൾക്കുമൊക്കെ ധാരാളം പ്രതീക്ഷകൾ നൽകുന്ന പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ട്. സ്കിൽ ഇന്ത്യ ദേശീയ നൈപുണ്യ പദ്ധതി എന്ന പേരിൽ യുവജനങ്ങളുടെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു. അതുപോലെ കാർഷിക മേഖലയെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതുപോലെ ഇന്ധന രാസവള മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനും ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ധന മേഖലയാണ് വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖല. ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ പാർലമെന്റിലെത്തിയ ജോയ്സ് ജോർജിന്റെ രാഷ്ട്രീയ നിലപാടുകളും ഇടതുപക്ഷത്തിന്റേതാകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ബജറ്റ് പ്രതികരണം നൽകുന്നത്. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ സമരവേദികളിൽ ശക്തമായ സാന്നിധ്യമായിരുന്ന KCYM-ന്റെ ഡയറക്ടറുടെ മോദി സ്തുതി വരും നാളുകളിൽ പുതിയ രാഷ്ട്രീയ മാനങ്ങൾക്ക് വഴിവച്ചേക്കാം. VBC ന്യൂസ്, ഇടുക്കി. പാലസ്തീൻ പോരാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടത്തി. തൊടുപുഴ ഏരിയ പ്രസിഡന്റ് ഷിഹാബ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MS മജീദ്, ഏരിയ സെക്രട്ടറി ഷാജഹാൻ, വണ്ണപ്പുറം ഏരിയ പ്രസിഡന്റ് മുജീബ് MS, വണ്ണപ്പുറം ഏരിയ സെക്രട്ടറി നവാസ് ചിലവ തുടങ്ങിയവർ പ്രസംഗിച്ചു. നമുക്കറിയാം, ലോകരാജ്യങ്ങളിൽ പിന്നെ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും വളരെ മോശമായ ഇടപെടലുകൾ കൊണ്ട് മുസ്ലിം രാജ്യങ്ങളിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പാലസ്തീനെ സംബന്ധിച്ച് നമുക്കറിയാം, 50-ലധികം വർഷമായി ആ രാജ്യത്തെ അടിസ്ഥാന വർഗങ്ങൾ, ജനങ്ങൾ യുദ്ധത്തിലാണ്. ഇസ്രയേലിൻ്റെ ക്രൂരമായ ബോംബിടിയിലും അക്രമവും കാരണം അവിടെ ദിനേന നൂറുകണക്കിന് ആൾക്കാരാണ് മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്. ഈ ലോകരാജ്യത്തുള്ള മുസ്ലിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്ന പരിശുദ്ധമായ ഈ റംസാൻ മാസത്തിൽ അതിനിഷ്ഠൂരമായ അജണ്ടയോടുകൂടി അവിടെയുള്ള അടിസ്ഥാന വർഗങ്ങളെ കൊന്നൊടുക്കുവാൻ വേണ്ടി ഇസ്രയേൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഈ കാടത്തം അവസാനിപ്പിക്കണമെന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ യുവമോർച്ച തൊടുപുഴ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി KM നിതിൻ മോന് വെട്ടേറ്റു.
വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് നിതിന് വെട്ടേറ്റത്. വാക്കുതർക്കത്തിനെ തുടർന്നുണ്ടായ സംഘർഷത്തിനിടെ യുവമോർച്ച തൊടുപുഴ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പൂമാല കള്ളിക്കാട്ട് KM നിതിൻ മോന് വെട്ടേറ്റു. വെള്ളിയാഴ്ച രാത്രി 7 മണിക്കാണ് സംഭവം. കരിമണ്ണൂരിലെ ബന്ധുവീട്ടിലെത്തിയ നിതിന് അവിടെയുണ്ടായ വാക്കുതർക്കത്തിനിടെ വെട്ടേൽക്കുകയായിരുന്നു. രാഷ്ട്രീയമല്ല പ്രശ്നത്തിന് കാരണമെന്നാണ് സൂചന. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. BBC ന്യൂസ് തൊടുപുഴ. ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശ പരിപാടിയുടെ ഭാഗമായി നടന്ന ഫുട്ബോൾ മത്സരത്തിൽ ഇടുക്കി പ്രസ് ക്ലബിന് ജയം. ഇടുക്കി എക്സൈസ് ടീമിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-നെതിരെ 5 ഗോളുകൾക്കാണ് പ്രസ് ക്ലബ് ടീം പരാജയപ്പെടുത്തിയത്. ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പും ഇടുക്കി പ്രസ് ക്ലബ് ടീമും തമ്മിൽ നടന്ന സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ സഡൻ ഡെത്തിൽ ഇടുക്കി പ്രസ് ക്ലബ് ടീം വിജയിച്ചു. നിശ്ചിത സമയത്തും ഷൂട്ടൌട്ടിലും സമനില പാലിച്ചതോടെയാണ് സഡൻ ഡെത്ത് വേണ്ടിവന്നത്. എക്സൈസ് ടീമിലെ KP ജയരാജൻ സഡൻ ഡെത്തിലെടുത്ത ആദ്യ ഷോട്ട് ബാറിലിടിച്ചു തെറിക്കുകയായിരുന്നു. തുടർന്ന് കിക്കെടുത്ത ജോബി മാത്യു സ്കോർ ചെയ്തതോടെ 5-4 ജയം പ്രസ് ക്ലബ് ടീം നേടി. ഇടവേളയിൽ ഇരു ടീമുകളും 1-1 എന്ന നിലയിലായിരുന്നു. ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിൽ നടന്ന കളിയുടെ 5-ാം മിനിറ്റിൽ പ്രസ് ക്ലബിന്റെ MS സന്ദീപാണ് ആദ്യ ഗോൾ നേടിയത്. ഇടവേളയ്ക്ക് തൊട്ടുമുമ്പ് ജോർജി ടി പോൾ ഗോൾ മടക്കി. രണ്ടാം പകുതിയുടെ 15-ാം മിനിറ്റിൽ വൈശാഖ് കോമാട്ടിൽ പ്രസ് ക്ലബിനെ വീണ്ടും മുന്നിലെത്തിച്ചെങ്കിലും കളി തീരാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ KP ജയരാജ് എക്സൈസിനെ ഒപ്പമെത്തിച്ചു. അനീഷ് ടോം, സുനിൽ MS, നിഖിൽ ജോസ്, വൈശാഖ് കോമാട്ടിൽ എന്നിവർ പ്രസ് ക്ലബിന് വേണ്ടി ഷൂട്ടൌട്ടിൽ ഗോൾ നേടിയപ്പോൾ ഏഞ്ചൽ അടിമാലിയുടെ കിക്ക് പാഴായി. ജോർജ് ടി പോൾ, ജയരാജ് KP, ജോബി P ചാക്കോ, സുഭാഷ് AV എന്നിവർ എക്സൈസിന് വേണ്ടി സ്കോർ ചെയ്തു. രാജാറാം VR-ന്റെ കിക്ക് പുറത്തുപോയി. വൈശാഖ് കോമാട്ടിലിനെ മികച്ച കളിക്കാരനായി തെരഞ്ഞെടുത്തു. മികച്ച ഗോളിക്കുള്ള പുരസ്കാരം ജോർജ് ടി പോളിന് ലഭിച്ചു. ന്യൂമാൻ കോളേജ് ബർസാർ, ഫാദർ ഫ്രാൻസിസ് കണ്ണാടൻ, ദ്രോണാചാര്യ KP തോമസ് മാഷ് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണൂളി, സെക്രട്ടറി ഹാരിസ് മുഹമ്മദ്, എക്സൈസ് CA ടോമി ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. ഇടുക്കി ജില്ലാ ഫുട്ബോൾ അസോസിയേഷനും ബജാജ് അലയൻസ് ലൈഫ് ഇൻഷുറൻസും സംയുക്തമായി മികച്ച ഫുട്ബോളറെ കണ്ടെത്തുന്നതിനുള്ള പരിശീലനത്തിന് മുതലക്കോടത്ത് തുടക്കമായി. മികച്ച ഫുട്ബോളറെ കണ്ടെത്തി ജർമ്മനിയിലെ ബയൺ മൂണിക്കിലേക്ക് പരിശീലനത്തിനായി അയക്കും. ഇതിനു മുമ്പും ബജാജ് അലയൻസ് ഇത്തരം പദ്ധതികളുമായി എത്തിയിട്ടുണ്ട്. 30 സ്കൂൾ ടീമുകളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. കൂടാതെ ഈ ക്യാമ്പിൽ നിന്ന് ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂൾ ടീമിനെയും ജില്ലാ ടീമിനെയും തിരഞ്ഞെടുക്കും. മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ക്യാമ്പ് മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിത് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ബജാജ് അലയൻസിൻ്റെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും നല്ല സ്കൂൾ ടീമിനെയും അതുപോലെ ഇതിൽ നിന്ന് ജില്ലാ ടീമിനെയും തിരഞ്ഞെടുത്ത് സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള മുന്നോടിയായിട്ടുള്ള ചാമ്പ്യൻഷിപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജില്ലയിലെ 30ഓളം സ്കൂൾ ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ സംസ്ഥാന ലെവൽ മത്സരത്തിൽ പങ്കെടുത്ത് ഏറ്റവും നല്ല ഒരു കുട്ടിയെ ജർമ്മനിയിലെ ബയൺ മൂണിക്കിലേക്ക് തിരഞ്ഞെടുത്ത് വിടുന്ന ഒരു പദ്ധതിയാണ്. അഞ്ചാമതാണ് ഈ ബജാജ് അലയൻസ് ഇങ്ങനെ ഒരു ടൂർണമെൻറ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കാർഗിൽ സന്തോഷ് കുമാർ സ്മാരക ദേശഭക്തിഗാന മത്സരം തൊടുപുഴയിൽ നടന്നു. അമർ ജവാൻ സന്തോഷ് കുമാർ സ്മാരക ട്രസ്റ്റിന്റെയും സേവാഭാരതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ദേശഭക്തിഗാന മത്സരവും അനുസ്മരണ സമ്മേളനവും നടന്നു. തൊടുപുഴ കൃഷ്ണതീർത്ഥം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിത് ഉദ്ഘാടനം ചെയ്തു. ഈ ദിനത്തിൽ നമ്മുടെ രാജ്യം നേരിടുന്ന ഒട്ടേറെ ഭീഷണികളുണ്ട്. ഈ ഇതിലാണെങ്കിലും നമ്മുടെ അയൽ രാജ്യങ്ങളായ നമ്മുടെ ശത്രുരാജ്യങ്ങളുടെ കർണാടകമാണെങ്കിലും ആ ശത്രുക്കളുടെ ആക്രമണത്തിനൊക്കെ ഏത് തരത്തിൽ ചേർക്കണം അതിനൊക്കെ നമ്മുടെ രാജ്യത്ത് സജ്ജമാണ്. നമ്മുടെ എല്ലാ സേനാവിഭാഗങ്ങളും ആ കാര്യത്തിൽ കണ്ണ് എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന സമയത്താണ് നമുക്ക്
നമ്മുടെ കഴിയുകയാണ്. സേവാഭാരതി പ്രസിഡന്റ് കെ രവീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സി മേനോൻ മുഖ്യ അതിഥിയായിരുന്നു. കൌൺസിലർ ടി.എസ്. രാജൻ, സന്തോഷ് കുമാറിന്റെ ഭാര്യ പ്രിയ, മകൻ അർജുൻ, കെ.എൻ. രാജു തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴയിലെ വ്യത്യസ്ത അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ഈശ്വരൻ പോറ്റി, ഇ.എസ്. ജിനു തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. ഇരുവൃക്കകളും തകരാറിലായ കോലാനി സ്വദേശി കെ.ആർ. ശിവദാസിന് ധനസഹായവും നൽകി. മൂലമറ്റം തൊടുപുഴ റൂട്ടിൽ ശങ്കരപ്പള്ളിക്ക് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ശങ്കരപ്പള്ളി സ്വദേശി പടിഞ്ഞാറെ പീടികയിൽ സോജിക്ക് പരിക്കേറ്റു. പരിക്കേറ്റ സോജിയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാറും ബൈക്കും പൂർണ്ണമായും തകർന്നു. ഗുരുധർമ്മ പ്രചരണ സഭ തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ഏകദിന ശ്രീ നാരായണ ധർമ്മമീമാംസ പരിഷത്ത് സംഘടിപ്പിച്ചു. തൊടുപുഴ പെൻഷൻ ഭവനിൽ നടന്ന സമ്മേളനം ഗുരുധർമ്മ പ്രചരണ സഭ രജിസ്ട്രാർ വി.ടി. ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവിന്റെ ദർശനത്തെ പാലിക്കാതെ ഗുരുധർമ്മം ഞാൻ പ്രചരിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം അത് ഫലവത്താകും എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നാരായണ ഗുരുദേവൻ രചിച്ചിട്ടുള്ള കൃതികളെ കുറിച്ചുകൂടെ പറയുകയുണ്ടായി. കൃതികളെ ആസ്പദമാക്കിക്കൊണ്ട് പഠനക്ലാസ് സംഘടിപ്പിക്കാം. 60-65ഓളം കൃതികൾ ഗുരുദേവൻ രചിച്ചിട്ടുണ്ട്. ഈ 65ഓളം വരുന്ന കൃതികളില് ജീവകാരുണ്യ വഞ്ചകം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്, അനുകമ്പാദശകം എന്ന് പറയുന്ന മറ്റൊരു കൃതിയുണ്ട്, അഹിംസ എന്ന് പറയുന്ന കൃതികളുണ്ട്. അപ്പൊ ജീവകാരുണ്യ വഞ്ചകം എന്ന് പറയുന്ന ഒരു കൃതിയെ ആസ്പദമാക്കിക്കൊണ്ട് ക്ലാസ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആളുകൾ നെഞ്ചിട്ട് കൈവച്ചുകൊണ്ട് ആത്മാർത്ഥയോടെ ഈ കൃതിയെ എടുക്കാനായിട്ട് കഴിയും. നമ്മൾ പ്രചാരകർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചിലപ്പോൾ പറ്റാത്ത അവസ്ഥയുണ്ടാകും. കാരണം കൊല്ലുന്നവരില്ല ശരണ്യത, എല്ലാവരും നന്മയോ ആണെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് ആ തരത്തിലേക്ക് കൊല്ലുന്നത് മഹാപാപമാണ് എന്നും കൊന്നാൽ തിന്നുന്നത് അതിനേക്കാൾ മഹാപാപമാണ് എന്നും ജില്ലാ സെക്രട്ടറി വി.കെ. ബിജു അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി സി.എ. കരുണാകരൻ, ജില്ലാ പ്രസിഡന്റ് സി.കെ. ശശി, ജെയിംസ് മാത്യു, അഡ്വക്കേറ്റ് എം.എൻ. സുകുമാരൻ, പി.പി. സാനു, അഡ്വക്കേറ്റ് എസ്. പ്രവീൺകുമാർ, പി.കെ. രാജപ്പൻ, സി.ആർ. കുഞ്ഞപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മഹാദേവാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ടി.വി. രാജേന്ദ്രൻ പരിഷത്ത് സന്ദേശം നൽകി. BBC ന്യൂസ് തൊടുപുഴ. തൊടുപുഴ YWCAയുടെ പ്രൊജക്റ്റായ ഹോളിസ്റ്റിക്കിന്റെ ഭാഗമായി യോഗ, മെഡിറ്റേഷൻ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടി ക്ലാസ് നടന്നു. പ്രൊഫസർ കൊച്ചുത്രേസ്യ തോമസ് അധ്യക്ഷത വഹിച്ചു. Left, up, exhale slowly, exhale slowly, exhale slowly, inhale both leg up, both knees straight, breathe here, relax. കുട്ടികൾക്ക് വേണ്ടി തൊടുപുഴ YWCA നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് അഡോളസെൻ്റ് ഗേൾസ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിൽ എല്ലാ സെക്കൻഡ് സാറ്റർഡേകളിലും 2 ശനിയാഴ്ചകളിലും വിവിധ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ്സുകൾ വിദഗ്ധർ എടുക്കുന്നതായിരിക്കും. കൗമാര ആരോഗ്യം, കൗമാരത്തിൻ്റെ ശാക്തീകരണം, കൗമാര പ്രശ്നങ്ങൾ, പരിഹാരമാർഗങ്ങൾ, സ്ത്രീ ശാക്തീകരണം, കുക്കിംഗ് ക്ലാസ്സുകൾ, ജ്വല്ലറി മേക്കിംഗ്, സൗന്ദര്യവർദ്ധക ക്ലാസ്സുകൾ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കൗൺസിലിംഗ്, ഇങ്ങനെ വിവിധ വിഷയങ്ങൾ ഈ ഒരു വർഷത്തെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കും.